पुलिस पार्टी हमने मारी यहाँ से बोल सकता है. പാവം ഈ മനുഷ്യന്റെ കരച്ചിൽ കേൾക്കുമ്പോൾ സഹിക്കാൻ പറ്റണില്ലല്ലേ. ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ നിന്ന് തെറിച്ച് വീണ് റോഡരികിൽ ആരോരും സഹായിക്കാനില്ലാതെ രക്തം വാർന്നു കിടന്ന ഒരു പാവം ചെറുപ്പക്കാരനെ അതുവഴി വന്ന പോലീസുകാർ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന കാഴ്ചയാണ് ഇതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ തെറ്റി. ഇതെന്തെന്നറിയോ? ഇത് ഹാഫ് എൻകൗണ്ടറാണ്. ഡൽഹിയില് വെറും 11 വയസ്സുള്ള ഒരു പാവം പെൺകുട്ടി അവളുടെ അമ്മയുടെ കൂടെ ഫുട്പാത്തിൽ ഉറങ്ങിക്കിടന്നത് ആ പാവം മോള്. രാത്രിയുടെ ഇരുട്ടിൽ ഈ കാണ്ടാമൃഗം അവളെ തട്ടിയെടുത്ത് ക്രൂരമായിട്ട് പീഡിപ്പിച്ചു. അത് കഴിഞ്ഞ് ഏതോ ഒരു കുറ്റിക്കാട്ടിൽ കൊന്നു തള്ളി. അതൊന്നും പോരാഞ്ഞിട്ട് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അവൻ അടുത്ത ട്രിപ്പും പോയി. അവനൊരു ക്യാബ് ഡ്രൈവറായിരുന്നു. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചോര തിളയ്ക്കുന്നുണ്ടല്ലേ. പക്ഷെ ഇവിടെ ഡൽഹി പോലീസ് ചെയ്തെന്തെന്നറിയോ? നമ്മുടെ കേരളത്തിലെ പോലെ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ട് നേരെ ജയിലിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനൊന്നും അവര് നിന്നില്ല. 6 മണിക്കൂർ, വെറും 6 മണിക്കൂർ കൊണ്ട് അവര് തൂക്കി. എന്നിട്ടോ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ നിന്ന് പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നൊരു ടൈറ്റിൽ അവര് മീഡിയക്ക് അങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ട് അവന്റെ കാൽമുട്ട് നോക്കിയിട്ട് 2 പൊട്ടിക്കലങ്ങോട്ട് പൊട്ടിച്ചു. അത് തന്നെ ഹാഫ് എൻകൗണ്ടർ. அவர் பேர் IPS വിജയ് കുമാർ கூட இருக்கலாம். ഡൽഹി പോലീസ് ആയതുകൊണ്ട് അവന്റെ ജീവനെങ്കിലും തിരിച്ചു കിട്ടി. ഇതിപ്പോ UP പോലീസോ മറ്റായിരുന്നെങ്കിൽ ഈ സമയം കൊണ്ട് അവൻ പടമായനെ പടം. ഈ ഒരു കാര്യത്തിൽ നോർത്ത് ഇന്ത്യൻ പോലീസിനും അവിടുത്തെ ഭരണകൂടത്തിനും കയ്യടി കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ബിഗ് സല്യൂട്ട്. പക്ഷെ എന്റെ ചോദ്യം ഇതാണ്, നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒന്നുണ്ടായ നമ്മുടെ പോലീസ് ഇതേപോലെ ചെയ്യൂ? പ്രതികൾക്ക് മനുഷ്യാവകാശം നോക്കി ജയിലിൽ സുഖചികിത്സ കൊടുക്കാതെ ഇങ്ങനൊരു പെർമിഷൻ കൊടുക്കാൻ ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിക്കോ ഭരണകൂടത്തിനോ ധൈര്യമുണ്ടോ? വിറയ്ക്കുംല്ലേ? നിയമത്തിന്റെ വലിയ വലിയ പുസ്തകങ്ങൾ കാണിച്ച് വർഷങ്ങളോളം കേസ് നീട്ടിക്കൊണ്ട് പോകലല്ല നീതി. തെറ്റ് ആര് ചെയ്താലും തക്കതായ ശിക്ഷ ഉടൻ തന്നെ കൊടുക്കണം. എന്നാലേ ഇവിടുത്തെ പെൺകുട്ടികൾക്കും അമ്മമാർക്കും സ്ത്രീകൾക്കും പേടിക്കാതെ കിടന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ. ഈ മാറ്റം എന്നാണ് നമ്മുടെ നാട്ടിൽ വരിക എന്നറിയില്ല. നമ്മൾ ഇനിയും എത്ര കാലം ഇത് കണ്ടില്ലെന്നും നടിക്കും. ചിന്തിക്കുക.